ഇന്നത്തെ അറബ് മുസ്ലിം ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് റഷ്യക്കും ചൈനക്കും സൈനിക താവളമൊരുക്കാൻ അവസരമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു രഹസ്യ അജണ്ട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച വിവരം ഇപ്പോൾ പുറത്തു വരികയാണ്. ഒമാനാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം മറ്റ് GCC രാഷ്ട്രങ്ങളോട് ഈ കാര്യം പറയുന്നത്. അവരാണ് ആദ്യമായിട്ട് തന്നെ കഴിഞ്ഞ ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് ജിദ്ദയിൽ നടന്ന ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് ചൈനക്ക് സൈനിക താവളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭൂമി വിട്ടുകൊടുത്തത്. സമാന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് അനിവാര്യമെന്നും പൂർണ്ണമായ രീതിയിൽ അമേരിക്ക വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള അഭിപ്രായം രഹസ്യമായിട്ടെങ്കിലും ഒമാൻ പറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, അമേരിക്കയ്ക്ക് സൈനിക താവളം ഇല്ലാത്ത രാജ്യം കൂടിയാണ് ഒമാൻ. ഒമാനും സൗദിയുമാണ് ഇപ്പോൾ അമേരിക്കൻ സൈനിക താവളമില്ലാത്ത അറബ് രാഷ്ട്രങ്ങൾ. ബാക്കി എല്ലാ രാജ്യങ്ങൾക്കും സൈനിക താവളങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഉദയതയിൽ പ്രവർത്തിക്കുന്ന ഖത്തറിലുള്ള അമേരിക്കയുടെ സൈനിക താവളം, അതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് വലിയ ഗൗരവ ചർച്ചകൾ ഇന്ന് നടക്കാൻ സാധ്യത പറയുന്നുണ്ട്. അതിനെ ഒഴിവാക്കുക എന്നുള്ളത് അസാധ്യമായിരിക്കുന്ന കാര്യമാണ്. ഘട്ടം ഘട്ടമായി സൈനികരെ പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില ധാരണയിലെത്താൻ വേണ്ടി സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അമേരിക്കൻ പ്രസിഡൻറ്റിനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഖത്തർ പ്രതിനിധി ന്യൂയോർക്ക് സന്ദർശിച്ചത് എന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. കാര്യം ഇപ്പോഴത്തെ ഒരു നിലവിലെ സാഹചര്യത്തിൽ ഖത്തറിൻ്റെ പ്രതിനിധി അമേരിക്ക സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിമർശനം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അറബ് രാഷ്ട്രങ്ങളോ ഏതെങ്കിലും മുസ്ലിം രാജ്യങ്ങളുടെ ഔദ്യോഗികപരമായിരിക്കുന്ന പ്രതിനിധികളോ ഈ വിഷയത്തെക്കുറിച്ചിട്ട് പ്രതികരിച്ചിട്ടില്ല. അതിൻ്റെ രഹസ്യ കാര്യം ഇതാണ്: ഉദയതയിൽ നിന്ന് അവരെ ഘട്ടം ഘട്ടമായിട്ട് പിൻവലിച്ചുകൊണ്ട് തങ്ങളുടെ രാജ്യത്തെ ഫ്രീ ആക്കണം എന്നുള്ളതാണ്. 2 നിർദ്ദേശം അവർ നൽകിയിട്ടുണ്ട്. അതിലൊന്ന്, നിങ്ങളുടെ സൈനിക താവളം ഖത്തറിൽ ഉള്ളത് കൊണ്ടാണ് ഇറാൻ തങ്ങളെ ആക്രമിച്ചത്. തങ്ങളും ഇറാനും തമ്മിൽ സൗഹൃദ രാജ്യമാണ്, വലിയ ബന്ധങ്ങളാണ്. അപ്പോൾ ഞങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്ന രീതികളൊന്നുമില്ല. ഞങ്ങൾ തമ്മിൽ നയതന്ത്ര ബന്ധം വളരെ ശക്തമാണ്, പ്രബലമാണ്, സുഹൃത്ത് രാജ്യമാണ്. എന്നാൽ തങ്ങളെ ആക്രമിച്ചു. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സൈനിക താവളം അവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, നിങ്ങൾ അനാവശ്യമായ രീതിയിൽ ഒരു ഇടപെടൽ ഇറാനിൽ നടത്തി എന്നുള്ളതുമാണ്. ഇത് 2 കാര്യവും ഈ അറബ് രാജ്യങ്ങൾക്ക് വലിയ പ്രതിഷേധം ഉള്ളതാണ്. നമ്മളിപ്പോൾ പറയുന്ന സമയത്ത് അറബ് രാജ്യങ്ങൾ എന്തുകൊണ്ട് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്നില്ല, ഇസ്രായേലിനെതിരെ പോരടിക്കുന്നില്ല എന്നൊക്കെ ഓപ്പണായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അത് യാതൊരു അർത്ഥവുമില്ല. അത് അടിസ്ഥാനമില്ലാത്ത രീതി അറബികൾ അങ്ങനെയാണ്, വഞ്ചകന്മാരാണ്, അങ്ങനെയൊക്കെ പല വിമർശനങ്ങളും നമ്മൾ നമ്മൾ വിടുന്ന വീഡിയോയുടെ തൊട്ട് താഴെ എടുത്ത് പരിശോധിച്ചാൽ രൂക്ഷമായ രീതിയിൽ അറബ് രാജ്യങ്ങളെ വിമർശിക്കുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അത് ഒരു അർത്ഥമില്ലാത്ത, രാഷ്ട്രീയത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ മനസ്സിലാകാത്ത രീതിയിലുള്ള വിമർശനമായിട്ടേ നമുക്കതിന് പരിഗണിക്കാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ബലമുള്ള ഒരു ശക്തിയുമായിട്ട് മറ്റൊരു രാജ്യം ഏറ്റുമുട്ടുന്ന സമയത്ത് അതിൻ്റെ മുന്നൊരുക്കങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട ദുരന്തങ്ങളും വിഷയങ്ങളും കൃത്യമായ രീതിയിൽ ഒരു ഭരണകൂടം കണക്ക് കൂട്ടും. അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലുമായിട്ട് ഏറ്റുമുട്ടി വിജയിക്കാൻ പറ്റിയ ഒറ്റ അറബ് രാജ്യവുമില്ല. അമേരിക്കയുമായി ഏറ്റുമുട്ടി വിജയിക്കാൻ പറ്റിയ ഒറ്റ രാജ്യവുമില്ല. എന്നാൽ ഇറാൻ ഉണ്ട്, ഇറാഖ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇറാഖിൽ പ്രത്യേകമായ രീതി അവർ കണ്ടുവച്ചത് മിഡിൽ ഈസ്റ്റിൻ്റെ സർവാധിപത്യം ഇറാഖിലേക്ക് വന്നു ചേരുന്ന ഒരു സാഹചര്യം വരും എന്നുറപ്പാണ്. വലിയ സൈനിക ബലവും ശക്തിയും യഥാർത്ഥത്തിൽ ഖത്തർ ഇറാഖിലുണ്ടായിരുന്നു. അപ്പോൾ അവസരത്തിന് വേണ്ടി അതിന് കാത്തു നിൽക്കുകയാണ് അമേരിക്ക ചെയ്തത്. യഥാർത്ഥത്തിൽ അത് അവസരമാണ് അവർക്ക് കുവൈറ്റ് അക്രമത്തോടു കൂടി വീണ് കിട്ടിയത്. അത് വേണ്ട വിധം ഉപയോഗിക്കാൻ വേണ്ടി അമേരിക്ക സാധിച്ചു, അതിൽ വിജയിക്കുകയും ചെയ്തു. ഇപ്പം നമ്മൾ പറയുന്ന സമയത്ത് സൗദി അറേബ്യ, UAE, ഖത്തർ, ഒമാൻ, ബഹ്റൈൻ പോലുള്ള രാജ്യങ്ങൾ ഇസ്രായേലുമായിട്ട് യുദ്ധം ചെയ്താൽ എന്താണ് സാഹചര്യം ഉണ്ടാവുക? തീർച്ചയായിട്ടും ഇസ്രായേൽ തിരിച്ചാക്രമിക്കും. അതിശക്തമായിരിക്കുന്ന നൂതന ആയുധങ്ങൾ വെച്ചുകൊണ്ട് ഈ രാജ്യങ്ങളെ ആക്രമിക്കാൻ വേണ്ടി സാധിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ വിലപിടിപ്പുള്ള ബിൽഡിങ്ങുകളുള്ള രാജ്യങ്ങൾ അറബ് രാജ്യങ്ങളാണ്. ഒന്ന് UAE ആണ്. 125 നില ആയിട്ടുള്ള ബിൽഡിംഗ് ഉണ്ടെന്ന് അവിടെ നമുക്കറിയാവുന്നതാണ്. സൗദി അറേബ്യയിൽ ഇപ്പോൾ നിർമ്മാണത്തിലിരിക്കുന്ന ബിൽഡിംഗ് 1 കിലോമീറ്റർ ഹൈറ്റിൽ ആകാശം മുട്ടി നിൽക്കുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ ആരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങി ഏകദേശം ഒരു മധ്യഘട്ടത്തിലായിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ലക്ഷ്യം വയ്ക്കില്ല എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. അതോ ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ റിഫൈനറി പ്രവർത്തിക്കുന്നത് സൗദി അറേബ്യയിലാണ്, ആരാംകോ. അപ്പോൾ ഇതിനൊക്കെ നേരെ ആക്രമണം ഉണ്ടാകുമെന്നുള്ള, അതായത് സാമ്പത്തിക സ്രോതസ്സിനെ തകർക്കുക എന്നുള്ളതാണ് ഒരു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ ചെയ്യുക.
രണ്ടാമത്തെ ഘട്ടത്തിൽ ചെയ്യുക അവർ ശേഖരിക്കപ്പെട്ട ആയുധങ്ങളെ തകർക്കുക എന്നുള്ളതാണ്. അപ്പോൾ അമേരിക്ക ഇറാഖിൽ പ്രയോഗിച്ചത് 2 രീതിയാണ്. ഒന്ന്, യുദ്ധം ചെയ്യാൻ വേണ്ടി സൈനികർക്ക് ഒരുക്കൂട്ടി വെച്ചിരിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഗോഡൗൺ അമേരിക്ക തകർത്തു. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഭക്ഷണം കൃത്യമായ രീതിയിൽ സൈനികർക്ക് കിട്ടുന്നില്ലെങ്കിൽ ഒരിക്കലും ആ യുദ്ധം ജയിക്കാൻ വേണ്ടി സാധിക്കില്ല. ഭക്ഷണത്തിൻ്റെ ഗോഡൗൺ 2 പ്രാവശ്യം തകർത്തു. രണ്ടാമത്തത് അവിടെ ഉണ്ടായിരുന്ന ടെലിവിഷൻ ചാനൽ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗികമായിരിക്കുന്ന ചാനൽ തകർത്തപ്പോൾ അവർ പിന്നെ സ്വകാര്യ മേഖലയിലേക്ക് ചാനൽ, അതായത് ഒരു പ്രൈവറ്റ് ഏരിയ കൊണ്ടുവച്ചിട്ട് വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അത് വീണ്ടും തകർത്തു. പിന്നീട് അവർ റേഡിയോ നിലയം തകർത്തു. അപ്പോൾ ലോകത്തോട് എന്നുള്ളതല്ല, ആ രാജ്യത്തിലെ സൈനികരോട് രാഷ്ട്രത്തിലെ ഭരണാധികാരികൾക്ക് സംസാരിക്കാനുള്ള എല്ലാ സംവിധാനവും തകർക്കപ്പെട്ടു. അപ്പോൾ പിന്നെ അവർക്ക് എന്ത് പറയാം, സദ്ദാം ഹുസൈൻ കീഴടങ്ങി എന്ന് പോലും പല റിപ്പോർട്ടുകളും BBC അടക്കമുള്ള റിപ്പോർട്ടുകളൊക്കെ അന്ന് പറഞ്ഞതാണ്. കീഴടങ്ങിയിട്ടില്ല എന്ന് പറയണമെങ്കിൽ അത് വോയിസിലൂടെ സംസാരിക്കണമെങ്കിലും വീഡിയോയിൽ സംസാരിക്കണമെങ്കിൽ അതിൻ്റെ സംവിധാനങ്ങൾ വേണം. സോഷ്യൽ മീഡിയ അത്ര ഒന്നും സജീവമല്ലാത്തൊരു കാലത്താണ് ഇറാഖ് യുദ്ധമുണ്ടായത് നമ്മൾ ഓർക്കണം. അപ്പോൾ അങ്ങനെയുള്ള ആ സ്രോതസ്സുകളെ ഇല്ലാതാക്കുക എന്നുള്ളത് വലിയ രീതിയിൽ ചെയ്തിരിക്കുന്ന കാര്യം. അതുകൊണ്ടാണ് പരാജയപ്പെട്ടത്. ഇന്നത്തെ രീതിയിലാണെങ്കിൽ പരാജയപ്പെടാനൊന്നും സാധിക്കില്ല സദ്ദാം ഹുസൈനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ മാത്രമല്ല, 15 വർഷത്തിലധികം സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി. വിമാനത്തിന് നിയന്ത്രണം എടുപ്പ്. ആകാശത്ത് ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ 65% ഭൂപ്രദേശത്തിൻ്റെ മേലെയുടെയും ഇറാഖിൻ്റെ വിമാനങ്ങൾ പറക്കാൻ പാടില്ല എന്ന് ഉത്തരവ് നൽകി. അങ്ങനെ ആ സമയത്ത് അങ്ങനെ പറന്നാൽ സൗദി അറേബ്യ പോലെയുള്ള അറബ് രാജ്യങ്ങളിലെല്ലാം അമേരിക്കയുടെ യുദ്ധ സംവിധാന സാമഗ്രികളുണ്ട്. അത് വെച്ചിട്ട് ഈ വിമാനത്തെ വെടിവെച്ചു. അങ്ങനെ ഒരു വിമാനം വെടിവെച്ച് താഴത്ത് വിടുകയും ചെയ്തു. അപ്പോൾ സ്വന്തം രാജ്യത്ത് പോലും വിമാനം പറ്റാത്ത രീതി സാഹചര്യം എന്ന് പറയുന്നത് സാമ്പത്തിക ഉപരോധത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, ഈ അറബ് രാജ്യങ്ങൾ ഇടപെട്ടാൽ ആ രാജ്യം തകരുമെന്നല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ചൊരു ഗുണം ഇസ്രായേലിനെ കീഴടക്കാനോ അമേരിക്ക കീഴടക്കാനോ സാധിക്കയില്ല എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് അറബ് രാജ്യങ്ങൾ എടുക്കുന്നത് മണ്ടത്തരമായിരിക്കുന്ന തീരുമാനം എന്നൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. തങ്ങളുടെ രാജ്യം കൂടി തകരുക എന്നല്ലാതെ സർവാധിപത്യത്തോടു കൂടി അവരെ കീഴടക്കാനുള്ള സംവിധാനങ്ങൾ ഇല്ലാതിരിക്കെ മൗനം പാലിക്കുക അല്ലാതെ മറ്റെന്ത് പോം വഴി? അത് വളരെ പ്രധാനമായിരിക്കുന്ന വിഷയമാണ്. നമ്മൾക്ക് ആവേശത്തിൽ അറബികൾ ഇടപെടുന്നില്ല, അവരാണ് ഈ അവരൊറ്റുകാരൊന്നുമല്ല. അവരെങ്ങനെ ഒറ്റ ചെയ്തത്? 1947 ഇസ്രായേൽ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് നടക്കുന്നത്. ബ്രിട്ടൻ്റെ നേതൃത്വത്തിലാണ് ആ മീറ്റിംഗ് നടക്കുന്നത്. അതിൽ വെച്ചിട്ട് ഫലസ്തീൻ്റെ സ്വാതന്ത്ര്യവും ഇസ്രായേലിൻ്റെ സ്വാതന്ത്ര്യവും അവർ പറഞ്ഞു. അപ്പോൾ അറബ് രാജ്യങ്ങൾ എന്ത് പറഞ്ഞു? ഫലസ്തീൻ്റെ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇസ്രായേൽ സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ട് തങ്ങൾ അംഗീകരിക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ഭൂമിയിലല്ലേ, ഫലസ്തീനികളുടെ ഭൂമി പിടിച്ചെടുത്ത് സ്വാതന്ത്ര്യമാകുക എന്ന് പറഞ്ഞാൽ തങ്ങൾക്കത് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞത് ന്യായമായ രീതിയിൽ ഒരു രാഷ്ട്ര ഭരണാധികാരികൾ പറയേണ്ട കാര്യം മാത്രം തന്നെ അവർ പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ചെറിയ രീതിയിൽ ആലോചിച്ചാൽ നമുക്കറിയാൻ പറ്റും. നമ്മുടെ ഭൂപ്രദേശം, നമ്മളുടെ കയ്യിലൊരു 1 ഏക്കർ സ്ഥലമുണ്ട് എന്ന് കരുതുക. ആ ഏക്കർ സ്ഥലം വേറെ ആൾ പിടിച്ചെടുത്തതിന് മധ്യസ്ഥരായിട്ട് വരുന്നു. മധ്യസ്ഥമായിട്ട് വരുന്ന സമയത്ത് എന്താ, 1 ഏക്കർ സ്ഥലത്തിൻ്റെ 1/2 ഏക്കർ സ്ഥലം നിങ്ങൾ അവർക്ക് വെറുതെ കൊടുക്കണം. 1/2 ഏക്കർ നിങ്ങളെടുത്തോ, നിങ്ങളിൽ അവരും കയ്യേറില്ല, അവരെ നിങ്ങൾ കയ്യേറും. നിങ്ങൾ ആരെങ്കിലും അംഗീകരിക്കും? അത് ഈ സംഭവമാണ് നടന്നത്. അതൊരു അറബ് രാജ്യങ്ങൾ കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല. അത് അംഗീകരിക്കില്ലല്ലോ, ആരും അംഗീകരിക്കുക. നമ്മൾ വ്യക്തിപരമായ രീതിയിൽ അംഗീകരിക്കാത്തൊരു കാര്യം മറ്റൊരു അംഗീകരിക്കണമെന്ന് പറയുന്നതിൽ എന്ത് യുക്തിയുള്ളത്, എന്ത് ന്യായമുള്ളത്? ഇതാണ് യഥാർത്ഥത്തിൽ അവിടെ നടന്ന സംഭവം. നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം, അറബ് രാജ്യങ്ങൾ യുദ്ധത്തിന് വേണ്ടി ഇടപെടൽ നടത്താത്തത് മണ്ടത്തരമായിരിക്കുന്ന തീരുമാനമല്ല, ബുദ്ധിപരമായിരിക്കുന്ന തീരുമാനമാണ്. അവരും നശിക്കും, എന്നാൽ അത് വേറെ ഗുണമൊന്നുമില്ല, ഉണ്ടാവില്ല. പകരം അവർ മാറി ചിന്തിക്കുന്ന കാര്യം, ഇറാൻ പ്രബലമായിരിക്കുന്ന സൈനിക ശക്തിയാണ്. മാത്രമല്ല, ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് മറ്റ് ലോക സൈനിക ശക്തിയുള്ള രാജ്യങ്ങളുമായിട്ട് വലിയ ബന്ധമാണ്. റഷ്യ, കൊറിയ, ചൈന, ഇവരൊന്നുമായിട്ടും അറബ് രാജ്യങ്ങൾക്ക് ബന്ധമില്ല. ഈ ബന്ധങ്ങളൊക്കെ പല ഘട്ടങ്ങളിലും അവർക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ട്. ആ ഗുണമാണ് ഇറാൻ ഇസ്രായേലിനെതിരെ പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിച്ചത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്.